അതൊരു രാത്രി സമയമായിരുന്നു. ഷേർഖാൻ വളരെ ശ്രദ്ധയോടെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ആ സമയം ഒരു മാൻ പുല്ല് തിന്നുകയായിരുന്നു. ഇതാണ് പറ്റിയ സമയം. ഇത് പറഞ്ഞ് ഷേർഖാൻ മുന്നോട്ട് ചാടി. ആ മാനിനെ വേട്ടയാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ ഒരു കാല് വയ്യാത്തതിനാൽ ഷേർഖാൻ മാനിന്റെ കുറെ മുൻപേ തന്നെ നിലത്തു വീണു. വിട്ടുകള ഷേർഖാൻ, വികലാംഗനായ സിംഹം വേട്ടയാടാറില്ല. നിങ്ങൾ വെറുതെ അധ്വാനിക്കുകയാണ്. ഇത് കേട്ട് ഷേർഖാൻ നല്ല ദേഷ്യം വന്നു. ആ മാൻ വേഗത്തിൽ അവിടെ നിന്നും ഓടിപ്പോയി. അപ്പോൾ അവിടേക്ക് ഒരു ബാരസിംഗ വന്നു. ഷേർഖാൻ, നിങ്ങൾ വെറുതെ നിങ്ങളുടെ എനർജി പാഴാക്കുകയാണ്. നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ ഈ വൈകല്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ എങ്ങനെ ശരിയാക്കാനാ? ഇത് ഞാൻ ജനിക്കുമ്പോഴേ എന്റെ കൂടെ ഉള്ളതല്ലേ. ഇത് അസാധ്യമൊന്നുമല്ല. ഏത് ദിവസമാണോ നിങ്ങൾ ഈ കാട്ടിലെ ഏറ്റവും ദയാലുവായ മൃഗത്തെ കൊന്നു തിന്നുന്നത്, ആ ദിവസം നിങ്ങളുടെ വൈകല്യം ഭേദമാകും. എന്താ, ശരിയാണോ? എന്റെ വൈകല്യം ഭേദമാകുമോ? ആ, വിശ്വാസമില്ലെങ്കിൽ ചെയ്തു നോക്കാമല്ലോ. ഇത് കേട്ട് ഷേർഖാൻ ഏറ്റവും ദയയുള്ള മൃഗത്തെ അന്വേഷിക്കാൻ തുടങ്ങി.